അങ്ങനെ ചോദിച്ച് കലഹത്തിന് തിരിതെളിക്കരുത്. അതിന് പരിഹാരം നാളെ ഇവിടെ ഉണ്ടാവില്ല. വേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അപ്പോ അടുത്ത കുടുംബത്തിൽപ്പെട്ടത് ആകാതിരിക്കലാണ് നല്ലത്. ആയാൽ എന്തേ എന്ന് നിങ്ങളാരെങ്കിലും ചോദിച്ചാൽ അതിന്റെ കാരണം ഒന്നാമത്തത് വൈകാരികത കുറഞ്ഞു പോകും. വൈകാരികത കുറയും. എന്നും കാണുന്ന പെണ്ണല്ലേ, അതുകൊണ്ട് വലിയ പുതുമയുണ്ടാവുകയില്ല. രണ്ടാമത്തത് ബന്ധങ്ങൾ അധികരിക്കുക എന്ന അള്ളാഹുവിന്റെ ലക്ഷ്യം നടക്കുകയില്ല. ബന്ധങ്ങൾ അധികരിക്കാൻ അള്ളാഹുവിന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ അടുത്ത കുടുംബത്തിൽപ്പെട്ട അമ്മാശന്റെ മോളെ തന്നെ കെട്ടുമ്പോ ബന്ധങ്ങൾ അധികരിക്കുന്നില്ലല്ലോ. പഴയ അമ്മാശൻ തന്നെ ഒന്ന് പുതുക്കി എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കബിലത്ത് മിക്ക നിക്കാഹ അല്ലെങ്കിൽ സപ്പോസിറ്റൊക്കെ പറയാൻ വേണ്ടി ഒന്ന് വല്ലൊക്കെ തേച്ച് വന്നിരുന്നു. അമ്മോശം പഴയ ആള് തന്നെ. പുതിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പുതിയ ബന്ധമുണ്ടാകുന്നില്ല. അതുണ്ടാവണം. അത് അള്ളാഹുവിന്റെ ലക്ഷ്യമാണ്. മൂന്നാമത്തതോ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നീ നിന്റെ ഭാര്യയോട് പിണങ്ങിപ്പോയാൽ നിന്റെ കുടുംബമായി നീ പിണങ്ങേണ്ടി വരും. വാപ്പാന്റെ പെങ്ങളുടെ മോളെയാണ് നീ കല്യാണം കഴിച്ചത്. ആ ഭാര്യയുമായിട്ട് നീ പിണങ്ങിയാൽ ആരുമായിട്ട് പിണങ്ങേണ്ടി വരും? വാപ്പാന്റെ പെങ്ങളുമായിട്ട് പിണങ്ങേണ്ടി വരും. ആകെയുള്ള ഒരു കുടുംബത്തിന്റെ തണലായിരുന്ന നട്ടല്ലായിരുന്ന സർവ്വ കുടുംബക്കാരോടും പിന്നെ പിണങ്ങേണ്ടി വരും. അപ്പൊ എന്തായി? കുടുംബ ബന്ധം വരെ മുറിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇച്ചിരി ദൂരെയാണെങ്കിലും വണ്ടി ഓട്ടം ഉണ്ടെങ്കിൽ 250 പെട്രോളിന് ചെലവാകുമെങ്കിലും ദൂരെന്ന് കെട്ടല. കാരണം എന്താ? എല്ലാം കൂടി ഒരുമിച്ച് തലയൊഴിച്ച് കത്തിക്കുന്നതിനേക്കാളും നല്ലത് വണ്ടിയിൽ ഒഴിച്ച് പോയി കാണുന്നതാണ്. അതല്ലേ ഖൈർ. ആലോചിക്കണം. എന്നിട്ട് മക്കളെ, വിവാഹത്തിന് ഒരുക്കി വെച്ചിരിക്കുന്ന മക്കളെ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് മനസ്സ് വെക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ കുടുംബ കലഹമുണ്ടാകുന്നത് വിവാഹത്തിന് മുമ്പുള്ള 5 കാരണങ്ങളിൽ ഒന്നാമത്തതാണ് പറഞ്ഞത്, ലക്ഷ്യബോധം ഇല്ലാതിരിക്കുക. രണ്ടാമത്തെ കാരണം പറയാൻ പോവുകയാണ്. ഒരു കാരണമേ പറഞ്ഞിട്ടുള്ളൂ, ലക്ഷ്യബോധം ഇല്ലാതിരിക്കുക. രണ്ടാമത്തെ കാരണം, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ രണ്ടാമത്തെ കാരണമെന്ത്? സ്വഭാവ ശുദ്ധിയില്ലാതിരിക്കുക. ഭാര്യയിൽ സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ, ഭർത്താവിൽ സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, എന്നായാലും ആ കുടുംബത്തിൽ ഒരു കലഹമുറപ്പാണ്, ഒരു കലാപമുറപ്പാണ്, ഒരു പ്രശ്നമുറപ്പാണ്. അതുകൊണ്ടാണ് ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കാൻ പറയുന്നത്. പെണ്ണ് കാണാൻ പോയി, ആ പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, "ഉപ്പ, സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ ദീൻ വളരെ കുറവാണ്. സ്വത്ത് ധാരാളമുണ്ട്, ശരിക്ക് കാശുണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ദീൻ വളരെ കുറവാണ്." അപ്പൊ വാപ്പ എന്ത് പറയും? പണമൊക്കെ ഉണ്ടെങ്കിൽ വാപ്പ എന്ത് പറയും? ദീനല്ലേ, നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത് പോലെ ദീനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവണ സാധനമല്ല. ദീനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നീ അവിടെ തന്നെ കെട്ടിക്കോ. അവിടെ മൂന്നാറിലുള്ള എസ്റ്റേറ്റ് നീ ഒന്ന് കാണണം മോനെ, മെനിയാന്ന് ഞാൻ കണ്ടടാ. കൈ വിടല്ല മോനെ, പുളിങ്കൊമ്പ പിടിച്ചു, മോനെ കൊണ്ട് കെട്ടിച്ചു. എന്നാൽ ഈ മക്കൾ പോയി നോക്കിയിട്ട് മടങ്ങി വന്ന് ഉപ്പാനോട് പറയുന്നു, ഉപ്പാ, ദീൻ മാത്രമേ ഉള്ളൂ, പണമില്ല. എന്നാൽ ഈ വാപ്പ പറയണ്ടേ, പണമൊക്കെ നമുക്കുണ്ടാക്കാം, ഇങ്ങോട്ടല്ലേ വരുന്നത് എന്ന് പറയില്ല. പണം മാത്രം ഉണ്ടാവില്ല, അത് മാത്രം പണമില്ല, ബാക്കിയൊക്കെ നമുക്കുണ്ടാക്കാന്ന് പറയും. പണം ഉപ്പാക്ക് നിർബന്ധമായി കിട്ടിയേ പറ്റൂ. ഈ സ്വഭാവം അപകടമാണ്. ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ കാരണമല്ല. സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ അപകടമാണ്. ഞാൻ ഓർത്തുപോകുന്നു ഇന്നലെ റാസൽ ഖൈമയിൽ രാത്രിയോ ഇന്നലെ പ്രഭാതത്തിലോ അപകടം നടന്നു. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ പത്രത്തിൽ വല്ലാത്ത ദുരന്തത്തിന്റെ കഥകളാണ്. വാഹനത്തിനടിയിൽ കിടന്ന് ചതഞ്ഞറിഞ്ഞതും പകുതി കത്തിയതും കരിഞ്ഞതുമാണ്. അല്ലാഹുവേ, അങ്ങനൊരവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ, അങ്ങനൊരവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. 3 സഹോദരങ്ങൾ റാസൽ ഖൈമയിൽ വാഹനാപകടത്തിൽ മരിച്ചതിൽ 3 പേരെയും എനിക്ക് വ്യക്തമായിട്ട് അറിവുള്ളവരാണ്. 3 പേരെയും. ഒന്ന് അബൂദാബിയിൽ റാസൽ ഖൈമയിൽ പരിപാടിക്ക് പോയപ്പോൾ ഒരു കുഞ്ഞിനെയും കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തായ സിയാദ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ റൂമിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ടവർ. ഈ സദസ്സിലുമുണ്ട് ഒരു ഫൈസൽ എന്ന കൂട്ടുകാരൻ. അവരൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നവരാണ്. കടന്നു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ കുഞ്ഞാണ്, എന്റെ ജീവിതത്തിൽ എന്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നത് പോലെ, എന്റെ കുഞ്ഞെനിക്കൊരു ഹരമാണ്, എന്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ആരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു.
ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മുത്താണ്, എന്റെ പൊന്നാണ് ഉസ്താദ്, എന്റെ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ശരിക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ സഹോദരൻ പറയുന്നു, ഞാൻ എന്റെ പ്രിയപ്പെട്ടവളെ കല്യാണം കഴിക്കുമ്പോ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരാണ് ഉസ്താദെ, കടക്കാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്റെ ഭാര്യയുടെ സമാധാനം എനിക്കൊരു ദുർഗുണങ്ങളില്ല. ഞാൻ കണ്ടുപിടിച്ച് റോഡിൽ കിടന്ന് അടിയുണ്ടാക്കി നടക്കുന്നവനല്ല, കിട്ടുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നവനാണ്. എന്റെ ഭാര്യയുടെ സമാധാനം അങ്ങനെ, എന്റെ സമാധാനമോ എനിക്ക് കിട്ടിയ ഭാര്യ ഒരു തങ്കക്കട്ടിയാണ്. 10 വയസ്സിന്റെ വ്യത്യാസമാണ്. അയാളും അയാളുടെ ഭാര്യയുമായി 10 വയസ്സിന്റെ വ്യത്യാസമാണ്. എനിക്ക് കിട്ടിയ ഭാര്യ അല്ലാത്ത സൗഭാഗ്യവതിയാണ്. എനിക്ക് യാതൊരുവിധ വിഷമവും ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല. ജീവിതം കണ്ടിട്ട് ഒരിക്കലും അവൾ എന്നെ പ്രയാസപ്പെടുത്തുകയും ഇല്ല എന്ന് പറഞ്ഞവനാണ്. ഇപ്പോ വീട് വെച്ചു, താമസമായി, പ്രമാണം ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പ്രിയപ്പെട്ടവളോട് പറഞ്ഞുവത്രേ, ഇപ്പോ ആ റാസൽ കൈമയിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞുവത്രേ, ഇനി നിന്നെ ആരും അടിച്ചറക്കില്ല, ഇനി നിന്നെ ആരും വഴക്ക് പറയില്ല, ഇനി നിന്നെ ആരും ചോദ്യം ചെയ്യില്ല. ഈ വീടും വസ്തുവൊക്കെ നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ പതിച്ച പ്രമാണത്തിലുള്ളതാണ്, ഇതൊക്കെ നിനക്കുള്ളതാണ്, ഇനി നിന്നെ ആരുമൊന്നും പറയില്ല എന്ന് പറഞ്ഞ് ഭാര്യയ്ക്കും കുഞ്ഞിനും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് പോയ പ്രിയപ്പെട്ട സഹോദരനാണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്. പക്ഷേ റാസൽ കൈമയുടെ വാഹനാപകടത്തിൽ വാഹനം കത്തിയിട്ട് ആ വാഹനത്തിന്റെ അകത്തിരുന്ന് 3 പേര് മരണപ്പെടുമ്പോൾ ഒരാളീ പ്രിയപ്പെട്ട സൽസ്വഭാവിയാണ്, കുടുംബനാഥനാണ്, ഭർത്താവായിരുന്നെങ്കിൽ ബാക്കിയുള്ള 2 പേരോ ഏതോ പാവപ്പെട്ട കുടുംബത്തിലെയാണ്. കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി ഉസ്താദ് വാക്കവി ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയ സ്ഥലമാണ് കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി. ആ കരുനാഗപ്പള്ളിയിൽ എന്റെ പ്രഭാഷണത്തിനൊക്കെ കൂടെ ഉണ്ടാകാറുള്ള ചെറുപ്പക്കാരാണ് 2 പേര്. സുബ്ഹാനല്ലാഹ്, തന്റെ കുടുംബത്തെ പോറ്റാൻ തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നടത്തുന്ന കമ്പ്യൂട്ടർ സെന്ററിന്റെ സ്റ്റാഫുകളായിട്ട് പുതിയ ജോലി കിട്ടി ഉപ്പ, ഇനി നിങ്ങളൊക്കെ കഷ്ടപ്പെടാതെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് പറഞ്ഞ് സമാധാനം പുറത്തിട്ട് യുഎഇയിലേക്ക് ഫ്ലൈറ്റ് കയറിയതാണ്. സുബ്ഹാനല്ലാഹ്, ആ 3 മക്കളുടെയും മയ്യത്ത് എന്റെ പ്രിയമുള്ളവരെ ഇന്നലെ നാട്ടിലേക്ക് കൊണ്ടുവരിക. അല്ലാഹുവേ, ഞങ്ങളെ അങ്ങനെ മരിപ്പിക്കല്ല റബ്ബേ. ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പോയിട്ട് ലീവിന് വന്ന് നിൽക്കുന്നവരുണ്ടല്ലോ. മനസ്സില്ലാ മനസ്സോടെ പ്രിയപ്പെട്ട മക്കൾക്ക് മുത്തം കൊടുത്തുകൊണ്ട് അവരുടെ കവളത്തിൽ നിന്ന് ചുണ്ടിനെ വലിച്ച് പറിച്ചുകൊണ്ട് അകലങ്ങളിലേക്ക് പോകുമ്പോ കാറിന്റെ അകത്തിൽ നിന്ന് അവസാനം ഒരു പ്രാവശ്യം കൂടി നോക്കിയിട്ട് കൈകൊണ്ട് ചാറ്റാ പറഞ്ഞിട്ട് സലാ പറഞ്ഞിട്ട് പോകുന്ന പ്രവാസികൾ അപകടം കൊടുക്കല്ല. അവരുടെ ജീവിതം വിദേശ രാജ്യത്തുള്ളവരെ നഷ്ടപ്പെടുത്തല്ല റബ്ബേ. അവരുടെ സ്വപ്നങ്ങൾ ഈ മണ്ണിലാണ്, അവരുടെ ആഗ്രഹങ്ങൾ ഈ മണ്ണിലാണ്. ഈ 500 തന്നെ എത്രയോ ഗൾഫുകാരുണ്ട്. ഈ പ്രോഗ്രാമിന്റെ സംഘാടകർ ഞാൻ അറിയുന്നവരെ കൂടുതലും ഗൾഫുകാരാണ്, അവിടെ കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ, ആ പാവപ്പെട്ട മക്കളെ നീ സഹായിക്കണേ അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ദുരന്തത്തിൽ പെടുത്തല്ല അല്ലാ. ഏതെങ്കിലും വാഹനത്തിന്റെ പാദങ്ങളിൽ നിന്ന് കോരിയെടുക്കുന്ന മാംസങ്ങളായി ആ പ്രിയപ്പെട്ട മക്കളുടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരുടെയും ശരീരത്തിനെയും മാറ്റല്ല റബ്ബേ. ഇന്നത്തെ നമ്മുടെ സ്വതക്ക അപകട മരണം ഒഴിവായി കിട്ടാൻ വേണ്ടി പത്രം കണ്ടപ്പോ ഞാൻ രാവിലെ നിയത്ത് ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപകടത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മലപ്പുറം ജില്ലയിൽ തൃക്കണ്ണാപുരത്തിനടുത്ത് നമ്മൾ കണ്ടില്ലേ 5 മയ്യത്ത് പൊതിഞ്ഞ് പാണക്കാട് കുടുംബത്തിലെ തങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. അല്ലാഹു ആ ഖബറുകൾക്ക് സന്തോഷം കൊടുക്കട്ടെ. 5 പേരാണ്, നിസ്സാരമല്ല. ഒരേ സമയത്ത് 5 പേരുടെ ജീവന റോഡിൽ പൊളിഞ്ഞു പോകുന്ന ആയിരക്കണക്കായ ജീവനുകൾ. അല്ലാഹു അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ നിറഞ്ഞ സദസ്സിൽ വിഷയത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുകളുമായി വരും. കാര്യമായ സുദഖ. ആ ബക്കറ്റിലേക്ക് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിറച്ചു കൊടുക്കണം. 100, 500, 1000മായി നമ്മുടെ ലക്ഷ്യം അല്ലാഹുവേ, അപകടമരണം നമുക്ക് നമ്മുടെ മക്കൾക്കും തരരുത്. അത് നമുക്ക് സഹിക്കാൻ പറ്റൂല. നമ്മളും നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹു അപകടങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുത്തട്ടെ. 3 സലാത്ത് ചൊല്ലി അതിനുവേണ്ടി ചെറിയൊരു ദുആ. ആ സമയത്ത് വളരെ വേഗം സംഘാടകർ ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക്